വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വി. അഷ്റഫ്. മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന അതിദുഷ്ടമായ ഒരു മാലിന്യമാണ് അഹങ്കാരം. വാക്കുകൊണ്ടും നോക്കുകൊണ്ടും ഭാവം കൊണ്ടും രൂപം കൊണ്ടും പെരുമാറ്റം കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നീ നിന്റേതെന്ന് കരുതുന്നതൊക്കെയും നിന്റേത് മാത്രമല്ലെന്ന് തിരിച്ചറിയും വരെ നീ അഹങ്കരിച്ചുകൊണ്ടിരിക്കും എന്ന പഴമൊഴി എത്ര അർത്ഥവത്താണ്. അഹങ്കരിക്കാൻ മാത്രം നമ്മിലെന്തുണ്ട്? സ്വന്തം മുഖം പോലും നേരിൽ കാണാൻ കഴിയാത്തവൻ, എവിടെ എപ്പോൾ ആരുടെ കുഞ്ഞായി ജനിക്കണമെന്ന് പോലും തീരുമാനമെടുക്കാൻ കഴിയാത്തവൻ. നിസ്സാരമെന്ന് തോന്നുന്ന ഒരു ബീജകണത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം. നമ്മുടെ ജനനത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. പിറന്നു വീണപ്പോൾ താമസിക്കാനുള്ള ഭൂമിയും ശ്വസിക്കാനുള്ള വായുവും കുടിക്കാനുള്ള വെള്ളവും നാം ഒരുക്കിവെച്ചതായിരുന്നില്ല. ജീവിതത്തിന്റെ തുടക്കം പോലെ തന്നെ അതിന്റെ ഒടുക്കവും. എന്ന് മരിക്കും, എവിടെ വെച്ച് മരിക്കും, ഇതൊന്നും മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. അഹങ്കാരത്തിന്റെ എല്ലാ ഭാണ്ഡക്കെട്ടുകളും ഇറക്കിവെച്ച് സകല സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യൻ മരണത്തിന്റെ മുമ്പിൽ കീഴടങ്ങുന്നു. തുടക്കവും ഒടുക്കവും മണ്ണിൽ നിന്ന് തന്നെ. തന്നെക്കുറിച്ച് തനിക്കുള്ള അമിതമായ ബോധം, ഞാൻ എന്ന ഭാവം, ഞാൻ എന്തൊക്കെയോ ആണെന്ന ധാരണ, ഇതെല്ലാം മാറിയേ തീരൂ. ഈ ലോകത്ത് നമുക്ക് ലഭിച്ചതെല്ലാം ദൈവാനുഗ്രഹമാണ്. ഇനി ലഭിക്കാനുള്ളതും അതുതന്നെ. അത് നഷ്ടപ്പെടാൻ ഒരു നിമിഷം മതി. ഈ തിരിച്ചറിവ് നാം നേടിയെടുക്കണം. ഒരു പഴങ്കഥയുണ്ട്. 3 അംഗങ്ങളുള്ള ഒരു ദരിദ്ര കുടുംബം. ഭാര്യയും ഭർത്താവും മകളും. അല്ലലും അലട്ടലുമില്ലാത്ത ജീവിതം. ലഭിച്ചതിൽ തൃപ്തിപ്പെട്ട് ജീവിച്ചുപോരുന്ന അവർക്ക് ഓരോരുത്തർക്കും ഓരോ വരം ലഭിച്ചു. അവരുടെ ഓരോ പ്രാർത്ഥനാവീതം സ്വീകരിക്കപ്പെടുമെന്ന്. ഭാര്യ പ്രാർത്ഥിച്ചത്, ഞാൻ ലോകത്തിലെ അതീവ സുന്ദരിയാവണം. അപ്രകാരം തന്നെ അവൾ അതീവ സുന്ദരിയായി. അതോടെ അഹങ്കാരം വാനോളം ഉയർന്നു. ഭർത്താവിനോട് കടുത്ത പുച്ഛം. അവൾ വിവാഹമോചനം ആവശ്യപ്പെട്ടു. ഭർത്താവിന് കോപം വന്നു. അയാൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ഭാര്യ തനി വിരൂപിണിയാവട്ടെ. അവൾ വിരൂപിണിയായി മാറി. ഇതുകണ്ട് മകൾക്ക് മാതാവിനോട് സഹതാപം തോന്നി. അവൾ പ്രാർത്ഥിച്ചു, എന്റെ മാതാവ് ആദ്യമുണ്ടായിരുന്ന അവസ്ഥയിലാവട്ടെ. അങ്ങനെ ആ കുടുംബം പൂർവാവസ്ഥയിലായി. തങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യം അഹങ്കാരത്താൽ അവർ തന്നെ നഷ്ടപ്പെടുത്തി. അഹങ്കാരത്താൽ തന്റെ സഹോദരൻ ഹാബീലിനെ വധിച്ച കാബീലിന് സഹോദരന്റെ മൃതശരീരം മറവു ചെയ്യേണ്ടതെങ്ങനെയെന്ന് അറിയില്ല. ഒരു കാക്ക മണ്ണിൽ കുഴിയുണ്ടാക്കുന്നത് കണ്ടുകൊണ്ടാണ് മൃതദേഹം മറവു ചെയ്തത്. ഒരു കാക്കയെപ്പോലെ ആവാൻ കഴിയാത്തവനാണ് താനെന്ന തിരിച്ചറിവ് അപ്പോഴാണ് അവന് ഉണ്ടായത്. ഞാൻ ഇത്ര ചെയ്തു, അത്ര കൊടുത്തു, ഞാനില്ലായിരുന്നെങ്കിൽ. ഇത്തരം ധാരണകൾ അഹങ്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്നു. സമ്പത്തിന്റെയും പദവികളുടെയും സൗകര്യങ്ങളുടെയും പേരിൽ അഹങ്കരിക്കരുത്. അതെല്ലാം താൽക്കാലികം മാത്രമാണ്. അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ കയറി നിന്ന് വീമ്പടിച്ചിരുന്ന എത്രയോ പേർ അധപ്പതിച്ച് പാതാളത്തിൽ എത്തിപ്പെട്ടത് ചരിത്രത്തിൽ നാം ഏറെ വായിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നീ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. നിനക്ക് ഭൂമിയെ പിളർത്താനാവില്ല, പർവ്വതത്തോളം ഉയരാനും സാധ്യമല്ല. അതുപോലെ തന്നെ നീ അഹങ്കാരത്തോടെ മനുഷ്യരുടെ നേർക്ക് നിന്റെ കവിൾ തിരിച്ചു കളയരുത്. ഭൂമിയിലൂടെ നീ പൊങ്ങച്ചത്തോടെ നടക്കുകയും ചെയ്യരുത്. വി. അഷ്റഫ് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.